പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം. വ്യക്തികൾ ഇവിടുന്ന് പോകുന്നതനുസരിച്ചും വന്നു ചേരുന്നതനുസരിച്ചും 1 പ്രകാരം രൂപഭാവങ്ങൾ മാറാം. കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറാം. പലപ്പോഴും നമുക്ക് സങ്കടം വരും. നമ്മളെ പാലൂട്ടി നമുക്ക് വേണ്ടി മഴ കൊണ്ട് തീ കൊണ്ടൊക്കെ ജീവിച്ച അമ്മമാരെ, നമ്മൾ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മൾ സുഖമായി ജീവിക്കുമ്പോൾ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി വിറകായി തീയായി എരിഞ്ഞു തീർന്നവരെ ഇന്ന് അവരുടെ മരുമക്കളുടെ കൂടെ സമയത്ത് കഞ്ഞി കിട്ടാതെ മരുന്ന് കിട്ടാതെ ജീവിക്കണ കാണുമ്പോൾ നമുക്ക് കുത്തിക്കൊല്ലാൻ തോന്നിപ്പോകും. ഇതാണ് സംഭവം. നമുക്ക് കാര്യം, പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ അമ്മയെ കൊണ്ട് വീട്ടിൽ നിർത്താം. ദാറ്റ്സ് ഓക്കെ, വി കൺ ഡു ഇറ്റ്. പക്ഷെ അതിനൊക്കെ എല്ലാം പരിധികളുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 4:11 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഏത് സാഹചര്യത്തിലും പറഞ്ഞ് സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് പരിശീലനം ചെയ്യണത്? ആരാണിത് പരിശീലനം തരണം നമുക്ക്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ പരിശീലനം നൽകാൻ ഒരാളെ മാത്രമേ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. സംതൃപ്തി എങ്ങനെ വരണത്? ഇപ്പം 4:11 ഏറ്റു പറഞ്ഞ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിശീലനം ആരാ തരണത്? എങ്ങനെയാണ് ലഭിക്കണത്? പരിശീലനം ലഭിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പരിശീലനം ലഭിക്കാൻ വേണ്ടി ദൈവം ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഫിലിപ്പിയർ 4:13. എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ, ഏറ്റു പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ കർത്താവേ, എന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, എന്റെ തൊഴിൽ മേഖലയിൽ ആവശ്യമായതെല്ലാം, എന്റെ കുടുംബജീവിതത്തിന് ആവശ്യമായതെല്ലാം, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ചെയ്യാൻ കരുത്തു നൽകണമേ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൈകളടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതാണ് 1 Corinthians 7:31. ലോകത്തിന്റെ രൂപഭാവങ്ങള് മാറാം, കുടുംബത്തിന്റെ രൂപഭാവങ്ങള് മാറാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദമ്പതികളുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ അവർ നല്ല ചെറുപ്പമാണെങ്കിലും അവരുടെ മക്കൾ കല്യാണം കഴിച്ചവരാണെങ്കിലും ആരും അവരുടെ കൂടെ ഇല്ല. അവർക്ക് ബെയർ ചെയ്യാൻ ഒരാൾക്ക് ഭയങ്കര സങ്കടമാണ്. അതിൽ അവർ നാട്ടിലുണ്ട്, പക്ഷേ ബാങ്കിൽ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയാണ്. രൂപഭാവങ്ങൾ മാറി. കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ 7:31 പ്രകാരം കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി. ഈ രൂപഭാവങ്ങൾ മാറിയാലും പുതിയ സാഹചര്യം ഉണ്ടായാലും കർത്താവ് പറഞ്ഞ എന്താണ്? വിശ്വാസി സംതൃപ്തിയോടെ ജീവിക്കണം. യു ഗോട്ട് ദ പോയിന്റ്? പിടിയോ? അതായത് സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, നമുക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ മൽപ്പിടുത്തം നടത്തരുത്. പിടികിട്ടിയോ? ഇതാണ്
ഫിലിപ്പിയർ 4:11 പറയണത്, നമുക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം മൽപ്പിടുത്തം നടത്തരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത്, വലിയ പ്രബോധനങ്ങളാൽ ശക്തിപ്പെടുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ആരാധന 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 കൈകൾ വീശി ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കാര്യം വചനം കേൾക്കുന്നവരോട് കർത്താവിന് പണ്ട് മുതലേ ഭയങ്കര കരുണയാണ്. അതിന് കർത്താവ് പറയണത്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. അപ്പം ഈശോയുടെ വചനങ്ങൾ കേട്ടാൽ നമ്മുടെ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ വചനങ്ങൾ കേൾക്കുന്നവൻ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത്. അത് വലിയ ഗ്യാരണ്ടി അല്ലേ? അതാണ് ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ, അവിടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികളിൽ തളർന്ന് വീഴും. ജോലിയില്ലാതെയും വീടില്ലാതെയും സമാധാനം ഇല്ലാതെ രോഗം സൗഖ്യപ്പെടാതെ അവർ വീഴും. അതിന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം കേട്ട ഉടനെ എപ്പോഴും കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥന നടത്തുന്നത്. നമ്മത് കണ്ടുപിടിച്ച് പിടിച്ച മാർഗമല്ല, കർത്താവ് കണ്ടുപിടിച്ച രീതികളാണ്. വചന പ്രഘോഷണം കഴിഞ്ഞാൽ ഉടനെ പൊതുപ്രാർത്ഥന നടത്തും. എന്തിനാണ് കാര്യം? ആ വചനം കേട്ടവന് മിനിമം ഗ്യാരണ്ടി കിട്ടണം. അവൻ്റെ കടങ്ങൾ പരിഹരിക്കണം. സാമ്പത്തികമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവനെ നിലനിർത്തണം. അവന് ജപ്തി നടപടിയാണെങ്കിൽ അതിന് സമാധാനം ഉണ്ടാകണം. അവൻ വീഴാൻ പാടില്ല, അപമാനത്തിൽ വീഴാൻ പാടില്ല, അവൻ്റെ അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല. ബൈബിൾ മുഴുവനും അഭിമാനം സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ നിൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അതാണ് കാനായിലെ കല്യാണം പറയുന്ന സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിലെ സുവിശേഷ ശക്തിയാൽ അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് ആദ്യം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലെ ദിവ്യകൃപാന സ്വർഗീയ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന സൗഖ്യത്തിന്റെ ഈ സമയത്തേക്ക് ഞങ്ങളെ കൃപാസനത്തിലും ഓൺലൈനിലും അങ്ങേക്ക് അഭിമുഖമായി സമർപ്പിതരാകാൻ സഹായിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോഴേ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവര് വഴിയിലെ തളർന്നു വീഴുവെന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ കരുണയുടെ വലത്ത് കരം വാസനത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഓൺലൈൻ
ഓൺലൈനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഇപ്പോൾ മേലും പ്രാർത്ഥിക്കുന്നവരുടെ ഈ മേലും പ്രാർത്ഥന ഈ പ്രാർത്ഥന ദിവസങ്ങളിലെ ഈ ദിവസങ്ങളിലെ യൂട്യൂബിൽ നിന്നെടുത്ത് പ്രാർത്ഥിച്ച് കൂടുന്നവരുടെ മേലും കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും അവർക്ക് ലഭിക്കട്ടെ. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ. ഇപ്പോൾ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകളടിച്ചുകൊണ്ട് താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂപായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. മക്കളെ കൈകള് കൂപ്പി നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അച്ഛൻ ഇപ്പോഴും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാ ഭാരങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്ന് ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെയും പ്രത്യേകം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃപാസനത്തിൽ സന്നിഹിതരായിട്ടുള്ള മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും എല്ലാ മേഖലകളിൽ ഈ സ്വരം കേൾക്കുന്നവരെ, അത്തറയുന്ന ഈ സ്വരനിലെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്നവരെ എല്ലാവരും ഇപ്പോഴേ ശക്തമായി വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവായ ഈശോയെ ഓരോ മക്കളെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്തര കാഴ്ച നൽകുവനെ, ഈശോ ചെവിടിനെ കേൾവി നൽകുവനെ, ഈശോ ഊമനെ സംഭാഷണം നൽകുവനെ, ഈശോ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവേ തലവാരം വിശപ്പെടുത്തവനെ, കർത്താവേ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ അങ്ങനെ മക്കളുമാരെല്ലാം വിശുദ്ധമായ രക്തം, കർത്താവേ മഴ പോലെ വെയിലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സ് തകർന്ന് വന്നവരുണ്ട് കർത്താവേ, മനസ്സ് തകർന്നിപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, ഈശോ അവരുടെ മേലെല്ലാം കർത്താവിന്റെ രക്തം തലക്കെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്യാൻസർ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കർത്താവേ ഹൃദയത്തിന്റെ രോഗങ്ങള്, കരളിന്റെ രോഗങ്ങള്, കിഡ്നിയുടെ രോഗങ്ങള്, കുടലിന്റെ രോഗങ്ങള്, രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവേ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ തളിക്കണമേ. ഈശോയെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാർഗരോഗങ്ങള് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധപരമതിവേകാരുണ്യത്തിന് മക്കളിങ്ങനെ രോഗം ഉള്ള ഇടത്ത് കൈകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഉദര രോഗങ്ങളായാലും ശരി, ശ്വാസകോശ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങളുള്ളവർ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവിന് തന്നെ വേദന ഉള്ളവർ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, കണ്ണിന് കരികരിപ്പുള്ളവരുണ്ടാവും, തൊണ്ടയ്ക്ക് വേദനയുള്ളവരും, വിട്ടുമാറാത്ത നീരിറക്കമുള്ളവരും, വെരിക്കോസിൻ്റെ അസുഖമുള്ളവരും, വാതരോഗമുള്ളവരും ഒക്കെ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിശുല രോഗികൾ, PCOD രോഗികൾ, അരിസസ് രോഗികൾ, അൾസർ രോഗികൾ, സിസ്റ്റിൻ്റെ രോഗമുള്ളവർ, മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന്റെ സ്വന്തം കർത്താവേ, അനേകം മക്കൾ കർത്താവേ കൃപാസനത്തിലും കർത്താവ് ലോകം മുഴുവനും ഈ സമയത്ത് കർത്താവേ അങ്ങയുടെ നാമം അങ്ങയും നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടെ എല്ലാം കർത്താവേ അങ്ങയുടെ കരുണ അങ്ങയുടെ കൃപ ഈശോ മഴ പോലെ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ ഉള്ളക്കാലം മുതലേ ഉച്ചവരെ കർത്താവിന്റെ രക്തം ഇരച്ചു കയറട്ടെ കർത്താവ്. ഏറ്റവും വലിയ കീമോ കർത്താവേ അങ്ങനെ തിരുരക്തമാണല്ലോ കർത്താവേ. ഞങ്ങളെ വീണ്ടെടുത്തവനെ, നിലക്കെട്ട് ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തുല്യ മുറിവേറ്റവനെ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ത്വക്ക് രോഗങ്ങള്, മാരക രോഗങ്ങൾ, അടുത്ത രോഗങ്ങൾ കർത്താവേ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവേ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവേ, ഇപ്പോഴേ കർത്താവേ യേശുവിന്റെ നാമത്തില് വെയിൻ രോഗങ്ങൾ കർത്താവേ, അസ്ഥി രോഗം കർത്താവേ, അസ്ഥിക്കുഴയുടെ രോഗം കർത്താവേ, ഞരമ്പിന്റെ രോഗം കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് തിരുക്കരത്താൽ താങ്ങിയില്ലേ, തിരുരക്തത്താൽ കഴുകണമേ. ചേർന്ന് പാടാം. തിരുക്കരത്താൽ താങ്ങിയില്ലേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധവനോ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമയമാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് കൃപാസന താറയിലാണ്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ദുരന്തമുണ്ടായാൽ പോലും പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ആലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം നിനക്ക് അവകാശമാകും, നിനക്ക് ഓഹരിയാകുകയും ചെയ്യും. ഞാനിപ്പോൾ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ കുട്ടികൾ, നിൻ്റെ കടങ്ങൾ ഒക്കെ ചേർത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. നീ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എല്ലാം സമർപ്പിച്ചുകൊണ്ട്. അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിച്ച അമ്മയോട് പറയാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ഇപ്പോൾ പ്രകടമാക്കണമേ. ഈശോ, അനേകം മക്കൾ അങ്ങനെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. വിസ കമ്പനി അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവിടെ യോഗ്യതയുള്ള പല സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവരും പിടിച്ചു വെക്കപ്പെട്ടവരുണ്ട് കർത്താവേ. അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഉടമസ്ഥർ കർത്താവെ പിടിച്ചു വെച്ചിട്ടുണ്ട് കർത്താവെ. കർത്താവെ, ഞാൻ തുറന്ന വാതില് ആർക്കും പൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് വചനം ആരംഭിച്ചു. കർത്താവെ, അവിടെ കരകൾ കർത്താവെ അങ്ങ് തുറന്ന് കർത്താവെ ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര കർത്താവെ. പരീക്ഷ എഴുതിയിട്ടുണ്ട് കർത്താവെ, പക്ഷെ പരീക്ഷയിലെ അതിൻ്റെ റിസൾട്ടിൽ യാതൊരു പ്രത്യാശയുമില്ല. അമ്മേ, എന്ത് ചെയ്യണം? എനിക്ക് 256 മാർക്കിന് ഞാൻ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അമ്മ സ്വപ്നത്തിൽ അവർക്ക് കൊടുത്ത മാർക്ക് എഴുതി കാണിച്ചു കൊടുത്തു. ആ 356 മാർക്ക് സ്വപ്നത്തിൽ പറഞ്ഞ മാർക്ക് തന്നെ, കാണിച്ചു കൊടുത്ത മാർക്ക് തന്നെ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്തൊരു സാക്ഷ്യമാണ്! നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും എല്ലാം അപ്പുറത്താണ് അപമാതാവിൻ്റെ കാരുണ്യവും മധ്യസ്ഥവും. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിലെ ഒരു പരിഹാരവുമില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് ഈ അൾത്താറയിൽ ദൈവം പരിഹാരമുണ്ടാക്കും. ദൈവത്തിലെ എന്താണ് നിൻ്റെ വേദന? ഇപ്പോഴും തുറന്ന് കണ്ണുനീരോടുകൂടി പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുക.
അഭിഷിക്തൻ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലും അമ്മയുടെ തിരുസന്നിധിയും മധ്യസ്ഥം വഹിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. അങ്ങയുടെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് തടസ്സമുള്ളവരെ, വിവാഹത്തിന് തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, വരുമാന മാർഗമില്ലാത്തവരെ, വരുമാന മാർഗം അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരെ, ഏജൻസികൾ നഷ്ടപ്പെട്ടവരെ, കമ്മീഷൻ നഷ്ടപ്പെട്ടവരെ, വ്യത്യസ്തമായ രീതികളിലെ വരുമാനമാർഗം അടഞ്ഞുപോയവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വരുമാനത്തിന് വേണ്ടി എന്താണ് വഴിയെന്നറിയാതെ ബാങ്കുകളിലും ഗവൺമെന്റിലും പ്രോജക്ട് ഓഫീസുകളിലും കയറി ഇറങ്ങുന്നവരെ, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സർട്ടിഫിക്കറ്റും പരീക്ഷയുമായി നടക്കുന്നവരെ, ഇന്റർവ്യൂ ടെസ്റ്റുമായി നടക്കുന്നവരെ, കർത്താവ് എഴുതി കഴിഞ്ഞവരെ, റിസൾട്ട് കാത്തിരിക്കുന്നവരെ എല്ലാവരുടെ മേലും കർത്താവിന്റെ കരുണച്ചൊരിയട്ടെ. തടസ്സങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തില് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. സമാപന ആശീർവാദം കഴിയുമ്പോൾ മക്കൾ ഇതേ കസേരയിൽ ഇരിക്കണം. ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് 2-3 പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഇപ്പോഴും നമ്മൾ ദിവ്യകൃപാന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളുടെ കാര്യം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെക്കാൻ പ്രാർത്ഥനയിൽ ഓർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധമാവഴി അത് ഓർത്ത് സമർപ്പിക്കാം. അവനുമായി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങളെ ആശീർവദിക്കുക. ഇത് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ അനേക രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കും നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഹോളിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, യുക്രൈസ്റ്റ് മീറ്റിൽ കണ്ടിട്ടുള്ളവരെ ആശീർവദിക്കും നന്ദി പറയുന്നു. മാരക രോഗങ്ങളും തീരാവ്യാധികളിൽ കഴിയുന്നവരെ, കൊറോണ വൈറസ് രോഗത്തിന് അടിമപ്പെട്ടവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, യേശുവേ, ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.